ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖ് സാഹിദ് കോത്കൂ, ഷെയ്ഖ് മുഹമ്മദ് സാഹിദ് കോത്കൂ ആധുനിക തുർക്കിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ മുമ്പ് പരാമർശിച്ച പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെക്കാളും ഉപരി പ്രാക്ടിക്കലായ രാഷ്ട്രീയ ലോകത്ത് നിലവിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് സാഹിദ് കോത്കൂ. ഇന്നത്തെ തുർക്കിയുടെ ഭരണകക്ഷികളിലെ നേതാക്കൾ പോലും, അത് റജബ് തയ്യിബ് എർദോഗാൻ ആവട്ടെ ബാക്കിയുള്ളവരാവട്ടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എതിർകക്ഷിയായ സാദത്ത് പാർട്ടിയുടെ ലീഡേഴ്സ് ആവട്ടെ, മുസ്ലിം രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ആചാരങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ അടക്കം എല്ലാവരും ഷെയ്ഖ് സാഹിദ് കോത്കുവിൻ്റെ അനുയായികളാണ്, അല്ലെങ്കിൽ നേരിട്ട് ശിഷ്യന്മാരും കൂടിയാണ്. അത്രത്തോളം സ്വാധീനം ആധുനിക തുർക്കിയുടെ രാഷ്ട്രീയ ഘടനയിൽ തന്നെയും ചെലുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഷെയ്ഖ് മുഹമ്മദ് സാഹിദ് കോത്കുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. 1897 ജനിക്കുകയും 1980 മരണമടയുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുഴുവൻ വിവിധ ഘട്ടങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കാം. ജീവിതകാലത്ത് മുഴുവനും ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്കും അതിൻ്റെ വികാസത്തിനും തുർക്കിയുടെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ അവിടുത്തെ മുസ്ലിം ജനങ്ങൾക്കുള്ള ഒരു നേതൃപരമായ സംഭാവനകൾ നൽകുന്നതിലും ഇദ്ദേഹത്തിൻ്റെ റോൾ മഹത്തരമായിട്ടുള്ളതാണ്. ബുർസ എന്ന് വിളിക്കപ്പെടുന്ന തുർക്കിയുടെ പ്രധാനപ്പെട്ട ഒരു നഗര കേന്ദ്രത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം സയ്യിദ് പാരമ്പര്യമുള്ള കുടുംബമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുന്ന, അങ്ങനെ അവകാശപ്പെടുന്ന ഒരു കുടുംബമാണ്. ബുർസയിലെ തന്നെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന ഷെയ്ഖ് ഇബ്രാഹിം എഫന്ദിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ മാതാവ് സാബ്ര ഹാനം. ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് സാധാരണ എല്ലാ പണ്ഡിതന്മാരെ പോലെ തന്നെ ആ നാട്ടിലെ ഇമാമായിരുന്ന ഇബ്രാഹിം എഫന്ദിയുടെ തന്നെ ശിക്ഷണത്തിൽ വിദ്യാഭ്യാസം ആരംഭിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ഉറുഷ് ബേ എന്ന പേരിൽ അറിയപ്പെട്ട പ്രധാന മിലിറ്ററി അഡ്മിറലിൻ്റെ പേരിൽ അറിയപ്പെട്ട ഉറുഷ് ബേ സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ബുർസ ട്രേഡ് സ്കൂൾ അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. 1916 ഉസ്മാനിയ ഖിലാഫത്ത് തന്നെ ഒന്നാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുമ്പോൾ അതിൻ്റെ ആർമിയിൽ ചേരുകയും ഏകദേശം ഒരു 4 വർഷക്കാലോളമെങ്കിലും ഖിലാഫത്തിൻ്റെ തന്നെ ആ പ്രാദേശികമായ ആർമിയിൽ ചേർന്നുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ആർമി മെന്നായി യുവത്വകാലം തുടങ്ങുകയും ചെയ്യുന്ന ഒരു അനുഭവം ഇദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം യുദ്ധം അവസാനിച്ച് 1919 കാലഘട്ടത്തിൽ അദ്ദേഹം അതേ മിലിറ്ററിയുടെ തന്നെ ഒരു ക്ലർക്കായി ഇസ്താംബുളിലേക്ക് സ്ഥാനം മാറുന്നു. 1920 ആ ഇസ്താംബുളിലേക്ക് വരുന്ന പശ്ചാത്തലത്തിലാണ് അവിടെ നമ്മൾ നേരത്തെ പരാമർശിച്ചിരുന്ന ഖാലിദിയ ത്വരീഖത്തിന്, ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദിയുടെ തന്നെ ത്വരീഖത്തിൻ്റെ ഭാഗമായിരുന്ന നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ, മുജദ്ദിയ ത്വരീഖത്തിൻ്റെ തന്നെ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് ഉമർ സിയാവുദ്ദീൻ എഫന്ദിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ആത്മീയ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം എല്ലാം പഠിക്കുവാൻ തുടങ്ങുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ത്വരീഖത്തിൻ്റെ തന്നെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത മുസ്തഫ ഫൗസി എഫന്ദിയുടെ കീഴിലും അദ്ദേഹം വിദ്യാഭ്യാസം ആർജിക്കുന്നുണ്ട്. 1924
അദ്ദേഹം ആ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാവുകയും അധ്യാപകൻ എന്ന് പറയുന്ന ഒരു ഇജാസത്ത് നൽകുന്ന, അതായത് വിവിധ മതസ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പള്ളികളിലും മദ്രസകളിലുമെല്ലാം പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇജാസത്ത്, ഡിപ്ലോമ എന്ന് ഇന്നത്തെ ആധുനിക ഭാഷയിൽ ഡിപ്ലോമ എന്നാണ് പറയുക, അന്ന് ഇജാസത്ത് ലഭിക്കുന്ന ഒരു സാഹചര്യം 1924 അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. 25 പിന്നീട് കുടുംബത്തിൻ്റെ ചില ആവശ്യങ്ങൾ ഭാഗമായി ബുർസയിലേക്ക് തിരിച്ചു പോവുകയും അവിടുന്ന് വിവാഹിതനാവുകയും ഒക്കെ ചെയ്യുന്നു. 1929 അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യത്തെ ഷെയ്ഖും ഗുരുവുമായിരുന്ന ഷെയ്ഖ് ഇബ്രാഹിം എഫന്ദിയുടെ വഫാത്തോടുകൂടി, മരണത്തോടുകൂടി അവിടുത്തെ ഇമാമത്ത് ഏറ്റെടുക്കുകയും ഏകദേശം 16 വർഷക്കാലം ബുർസയിലെ തന്നെ ഇമാമായി പിന്നീട് ജീവിക്കുകയും ചെയ്യുന്നു. 1945 അദ്ദേഹം വീണ്ടും ഇസ്താംബുൾ ഭാഗത്തേക്ക് തിരിച്ചു വരികയും ആ പള്ളിയിൽ, നേരത്തെ ഷെയ്ഖന്മാരുണ്ടായിരുന്ന പള്ളിയിൽ തന്നെ 1952 വരെയുള്ള കാലങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഷെയ്ഖായിരുന്ന നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഇഷ്കന്ദർ പാഷ പള്ളി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ മസ്ജിദ് അറിയപ്പെട്ടിരുന്നത്. ഇഷ്കന്ദർ പാഷ എന്നത് ബായസീദ് രണ്ടാമൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രിയാണ്. അദ്ദേഹം നിർമ്മിച്ച പള്ളി ആയതുകൊണ്ടാണ് ഇഷ്കന്ദർ പാഷ ജാമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നക്ഷബന്ദി ത്വരീഖത്തിലെ ഷേഖന്മാർ അവരുടെ ശിക്ഷണങ്ങൾ നൽകിയിരുന്നത്. അന്നത്തെ ഷെയ്ഖായിരുന്ന ഇദ്ദേഹത്തിൻ്റെയും കൂടി ഷെയ്ഖായിരുന്ന അബുൽ അസീസ് ബെക്കിനെ എഫന്തി അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ആ ഇഷ്കന്ദർ പാഷ ജമാഅത്തിൻ്റെ അവിടുത്തെ ലീഡറായി ഇദ്ദേഹം മാറുന്നു. ഈ ജമാഅത്ത് എന്നുള്ളതാണ് തുർക്കിയിലെയും ഖിലാഫത്തിൻ്റെയും പിന്നീട് ആധുനിക തുർക്കിയുടെയും എല്ലാം സൂഫി ത്വരീഖത്തുകളെ പ്രധാനമായി വിളിക്കുന്നത്. കാരണം അവിടെയുള്ള മുസ്ലിങ്ങളുടെ പൊതുവായ എല്ലാ മേഖലകളിലുമുള്ള ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും അത് മതവിദ്യാഭ്യാസം ഇന്നത്തെ ഒരവസ്ഥ അനുസരിച്ച് തുർക്കിയിൽ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ വേർതിരിവുണ്ടെങ്കിൽ പോലും അതിനെല്ലാത്തിലും കൂടി ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് അവിടുത്തെ ജമാഅത്തുകൾ, തുർക്കിയിലെ ഈ ത്വരീഖത്തുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്കന്ദർ പാഷ ജമാഅത്ത് എന്നാണ് അത് വിളിക്കുക. ആ ഒരു സംഘടനയുടെ മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ത്വരീഖത്തിൻ്റെ തന്നെ ലീഡറായി ഇദ്ദേഹം മാറുകയും ഏകദേശം പിന്നീട് 1980 വരെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണം വരെയും അവിടുത്തെ ഇമാം ഖത്തീബായും ഇമാമായും മുദരിസായും അവിടെയുള്ള ആൾക്കാരുടെ, ഇസ്താംബൂളിലെ തന്നെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഷെയ്ഖായും അദ്ദേഹം മാറുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ തുർക്കിയിലെ ഒരു ഇസ്ലാമിക ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. 1950കളിലേക്ക് ശേഷം നമ്മൾ പലപ്പോഴും പരാമർശിച്ചിരുന്ന മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ടാവുന്നതും കമാലിസത്തിൻ്റെ തകർച്ച നേരിടുന്നതും അദ്നാൻ മെൻഡെരസ് ഡെമോക്രാറ്റിക് പാർട്ടിയിലൂടെ അധികാരത്തിലേറുന്നതും അതോടുകൂടി മുമ്പ് കമാലിസ്റ്റ് പാർട്ടികൾ ഉണ്ടാക്കിയിരുന്ന പല ബാനുകളും നിരോധാജ്ഞകളും ഇല്ലാതാക്കുകയും അവിടുത്തെ മുസ്ലിം സാമൂഹിക ജീവിതം സമാധാനപരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ സജീവമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഖ് സാഹിദ് കോത്കുവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മുമ്പ് പറഞ്ഞ പണ്ഡിതന്മാരെക്കാളും കുറച്ചും കൂടി അനായാസപരമായ സാഹചര്യം ഒരുങ്ങി വരുന്നതായും നമുക്ക് കാണാം. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നില്ല. പലപ്പോഴും പട്ടാള അട്ടിമറികൾ സംഭവിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചുരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ സൂഫി പ്രസ്ഥാനങ്ങളെയും മതസംഘടനയെയും പോലും കൺട്രോൾ ചെയ്യുന്ന ഭാഗമായി ഇദ്ദേഹത്തെയും കൺട്രോൾ ചെയ്യുന്നെങ്കിൽ പോലും ആ ഒരു കമാലിസ്റ്റ് കാലഘട്ടം, കമാൽ പാഷ മരിക്കുന്നത് വരെയും 1950 വരെയുമുള്ള ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ സജീവ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അനായാസപരമായ ഒരു ജീവിതം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനം, നേതൃത്വ സംഭാവനകൾ ഇദ്ദേഹത്തിന് നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു ചരിത്ര വസ്തുതയാണ്. പിന്നീടാണ് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നത്. അതായത് ഈ ഒരു 1950-60കൾക്ക് ശേഷം ഇദ്ദേഹം തന്നെ ആണ് തുർക്കിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ സബ് ബ്രാഞ്ചായ ഖാലിദിയ ത്വരീഖത്ത്, അതായത് ഷേഖ് ഖാലിദ് ബാഗ്ദാദിയുടെ പിന്മുറക്കാരനാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെയിൻ ചേർക്കുന്നത് 39ാമത്തെ ചെയിൻ ലീനേജ് ഉണ്ടെന്നൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ചേർത്ത് വെക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ തുർക്കിയുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിൽ തസവുഫ് അല്ലെങ്കിൽ സൂഫി പ്രസ്ഥാനങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് തന്നെ പ്രധാന പങ്ക് വഹിക്കുന്നവരും കൂടിയാണ്. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്കന്ദർ പാഷ മസ്ജിദിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ നേതാക്കൾ, അത് തുർക്കുത്ത് ഒസാൽ, അതായത് മുൻകാലങ്ങളിൽ മന്ത്രിമാരായിരുന്ന കോർക്കുത്ത് ഒസാൽ, ലുത്ഫു ദോഗാൻ, ഫഹിം അദാക്ക്, ഇവരൊക്കെയും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ഒക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഉത്ബോധനങ്ങളും നിരന്തരം കേൾക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ലുത്ഫു ദോഗാനൊക്കെയും ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ എഴുതിയിട്ടുണ്ട്. കോർക്കുത്ത് ഒസാലിൻ്റെ ഇദ്ദേഹത്തോടുമുള്ള സ്വഹബത്തിനെ എടുത്തു പറയുന്ന രചനകൾ നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു തരത്തിലേക്ക് തുർക്കിയിലെ ഒരു രാഷ്ട്രീയ ഭാവിയെ നിർണയിക്കുന്ന തരത്തിലേക്ക് ഷേഖ് സാഹിദ് കോത്കുവിന് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്ന് മാത്രമല്ല, പിന്നീട് തുർക്കിയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന നജബുദ്ദീൻ അർബക്കാൻ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് പ്രസിഡന്റുമാരായിരുന്ന തുർക്കുത്ത് ഒസാൽ, പിന്നീട് ഇപ്പോൾ നിലവിലെ പ്രസിഡന്റായിരുന്ന റജബ് തൊയ്യബ് എർദോഗാൻ, ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്നുള്ളതും കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ മജ്ലിസിൽ ഒരു കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കന്മാരെയും റജബ് തയ്യിബ് എർബക്കാനെയും മുമ്പിൽ വിളിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹം തുർക്കിയുടെ കമാലിസ്റ്റ് ഭരണഘടനയും കമാലിസ്റ്റ് ചിന്താധാരയും ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളെ നേരിടുവാൻ ഒരു മുസ്ലിം മാനത്തോട് കൂടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിദാനം വളരെ അനിവാര്യമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നേതൃത്വത്തിൽ പാർട്ടികൾ രൂപീകരിക്കണമെന്ന് പറയുന്ന ആജ്ഞയുടെ ഭാഗമായിട്ടാണ് നജബുദ്ദീൻ അർബക്കാൻ അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ തുടക്കമിടുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് പിന്നീട് നടക്കുന്ന എല്ലാ പട്ടാള അട്ടിമറിയിലും സലാമത്ത് പാർട്ടി, റഫ പാർട്ടി, സാദത്ത് പാർട്ടി എന്നൊക്കെ വിവിധ പേരുകളിലൂടെയൊക്കെ നജബുദ്ദീൻ അർബക്കാൻ ഉയർന്നു വരുന്നതൊക്കെയും ഷേഖ് സാഹിദ് കോത്കുവിൻ്റെ 1980 വരെയുള്ള അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയാണ്. അത്രത്തോളം സ്വാധീനം അദ്ദേഹത്തിന് തുർക്കിയുടെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. നാച്ചുറലായി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ആത്മീയ തസവുഫിൻ്റെയും ജമാഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും വിദ്യാഭ്യാസ സംഘടനകളുടെയും എല്ലാത്തിനും മേലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കെ തന്നെയാണ് രാഷ്ട്രീയ മേഖലകളിലുള്ള ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൂടുതൽ വെളിവാകുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ വളരെ ആഴമേറിയതാണ്. അവിടെയുള്ള എല്ലാ സൂഫി ത്വരീഖത്തുകളും പിന്നീട് ഇപ്പോൾ നിലവിലുള്ള എല്ലാ ത്വരീഖത്തുകളും അവരുടെ ഖുത്ബുൽ അഖ്താബായി എല്ലാത്തിൻ്റെയും ഒരു പില്ലറായി ഇദ്ദേഹത്തിൻ്റെ പേരാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലാ ത്വരീഖത്തുകൾക്കിടയിലും അവിടെ മൗലവിയ ത്വരീഖത്തുണ്ട്, സുഹ്റവർദി, ഖാദിരി, ചിഷ്തി അടക്കമുള്ള വിവിധ സുപ്രധാന ത്വരീഖത്തുകളുമുണ്ട്. തുർക്കിയിൽ തന്നെ രൂപപ്പെട്ട പല ത്വരീഖത്തുകളുമുണ്ട്. ആ ത്വരീഖത്തിലെയും ആ ജമാഅത്തിലെയും എല്ലാ പണ്ഡിതന്മാരും ഷേഖന്മാരും ഷേഖ് സാഹിദ് കോത്കുവിനെ സ്വന്തം ലീഡറായി സ്വീകരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അത്രത്തോളം എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഒരുപോലെ നേതാവായി തീരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ കൂടുതൽ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിന് വിപ്ലവം, റെവല്യൂഷൻ എന്നതിലുപരി ഇവല്യൂഷൻ ആണ് വേണ്ടതെന്നാണ്, ക്രമപ്രവൃത്തമായ ഒരു വളർച്ച എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സമൂലമായ എല്ലാ തരത്തിലുമുള്ള പരിവർത്തനം, അത് ആ എല്ലാ തരത്തിലുള്ള പരിവർത്തനത്തിലൂടെ ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്ര സ്ഥാപനത്തിൻ്റെ വേഗതയ്ക്ക് അല്ലെങ്കിൽ അത് ത്വരിതപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഇബ്നു ഖൽദൂനെ പോലുള്ള പണ്ഡിതന്മാർ 15-ാം നൂറ്റാണ്ടിൽ അസബിയ തിയറി മുന്നോട്ട് വെക്കുന്നുണ്ട്.
അസബിയ തിയറിയിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ, അദ്ദേഹം ബെർബർ സൊസൈറ്റിയുടെ അവിടുത്തെയുള്ള സോഷ്യൽ പൾസിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇബ്നു ഖൽദൂൻ അസബിയ തിയറി മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ഗ്രൂപ്പ് സോൾഡാറ്റി എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുക. അതിൻ്റെ പ്രധാന ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സമൂഹം അവരുടെ ആത്മീയ, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ള എല്ലാ മേഖലയിലുമുള്ള ഒരു ഔന്നത്യം ഒരുപോലെ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ ഒരു പീക്കിലെത്തുവാനും ആ നാഗരികതയുടെ ഒരു വളർച്ച നിലനിൽക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ തകർച്ച നേരിടുകയാണെങ്കിൽ അതോടുകൂടിയ ഉത്ഥാനത്തിൽ നിന്ന് പതനത്തിലേക്കുള്ള തുടർച്ച തുടങ്ങുകയാണെന്നാണ് അസബിയ തിയറിയിൽ, അല്ലെങ്കിൽ അതിന് തന്നെ ചേർന്നുകൊണ്ടുള്ള സൈക്കിൾ തിയറിയിൽ ഇബ്നു ഖൽദൂൻ പറയുന്നത്. അതേ ആശയം തന്നെയാണ് ഷെയ്ഖ് സാഹിദ് കോത്കു സമൂഹ പരിവർത്തനത്തിന് വേണ്ടിയും അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയുടെ സമൂലമായ പരിവർത്തനം അവിടുത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്ര സ്ഥാപനത്തിലേക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ഭദ്രവും സുശക്തവുമായ സാന്നിധ്യമില്ല എങ്കിൽ സമാധാനപൂർണമായ സാമൂഹ്യ ഘടന രൂപപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക നീതിയും സമഭാവനയും ഇസ്ലാമിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതിലും കൂടെയാണ് അത് ശരിയായ ഒരു സമൂഹം രൂപപ്പെടുക എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ മാർഗമാണ് എൻ്റെ ത്വരീക്കത്ത്, അതായത് നക്ഷബന്ദി ത്വരീക്കത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, സൂഫി സരണികൾ ഈ മാർഗമാണ്, അതായത് സാമൂഹ്യ നീതിയെക്കുറിച്ചും സമഭാവനയെക്കുറിച്ചും ഇസ്ലാമിക മൂല്യങ്ങളെ മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹിക പരിവർത്തനമാണ് സൂഫി സരണികൾ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, അതിൻ്റെ കൂടെ സാമൂഹിക നീതി, വളരെ ഭദ്രമായ, സുഭദ്രമായ, സുസംഘടിതമായ ഒരു സമൂഹം, ശക്തിഭദ്രമായ ഭരണകൂടം എന്നിവയെല്ലാം ഇസ്ലാമിക ഘടനയിലൂടെ പരിവർത്തിപ്പിക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്ലാമിക വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഒരു അധ്യാപകൻ എന്ന നിലയിലും ഇമാമും എന്ന നിലയിലുമെല്ലാം ഒരു ഖത്തീബ് എന്ന നിലയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ നല്ലൊരു ശതമാനം ചിന്തകളും വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. അദ്ദേഹം പറയുന്നത്, ഇസ്ലാമികമായ വിദ്യാഭ്യാസവും അതിലൂടെ രൂപപ്പെടുന്ന മാനുഷിക വികസനവുമെല്ലാം സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചാലക ശക്തിയാണ്. ശരിയായ വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് പ്രധാനമായ ഒരു ചാലക ശക്തിയായി മാറുന്നു അദ്ദേഹം പറയുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങളിലൂടെയും സ്വാർത്ഥതയിൽ നിന്ന് മുക്തി തേടിയ വ്യക്തിത്വത്തിലൂടെയും ഈ പരിവർത്തനം നമുക്ക് സാധ്യമാവുമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ ഇഷ്കന്ദർ പാഷ ജമാഅത്തുമായി, അതായത് നക്ഷബന്ദി ത്വരീഖത്തുമായി ചേർത്ത് നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അന്നുള്ള തുർക്കിയുടെ ആഭ്യന്തര അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചും ലോക ഇസ്ലാമിക ചലനങ്ങളെക്കുറിച്ചുമുള്ള സൂക്ഷ്മമായ വിശകലനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിന് പറ്റിയുള്ള പരിഹാരങ്ങളും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലും ഖുത്ബകളിലും ക്ലാസ്സുകളിലും അദ്ദേഹം നൽകിയിരുന്നുവെന്നും അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ചരിത്ര വിശദീകരണങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സൂഫി ജമാഅത്തുകൾ, തുർക്കിൽ ധാരകൾ ജമാഅത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ധാരകളുടെ അദ്ദേഹത്തിൻ്റെ ഇഷ്കന്ദർ പാഷ അല്ലെങ്കിൽ മുജദ്ദിദിയ ഖാലിദി ത്വരീഖത്തിൻ്റെ മുഴുവൻ പവറിനെയും അതിന് പ്രസക്തിയെയും ഫലപ്രദമായി, മുഴുവൻ ടൂളിനെയും ഫലപ്രദമായി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവിധ ആശയങ്ങൾ പേറുന്ന സ്വീകരിച്ച അനുയായികൾ പത്രപ്രസിദ്ധീകരണങ്ങൾ തുടങ്ങുവാനും വിവിധ മീഡിയകൾ രൂപീകരിക്കുവാനുമൊക്കെ പോയത് ഇദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ഈ ഒരു തുർക്കിയിൽ അന്ന് നേരിട്ടുകൊണ്ടിരുന്ന പ്രതിലോമമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യാവസായിക സഹകരണ സംഘങ്ങളും കൂടി സ്ഥാപിക്കുവാൻ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ തുർക്കിയുടെ സൂഫി ത്വരീഖത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് സുഹബത്ത് എന്ന് പറയുന്നത്. സുഹബത്ത് എന്നത് അവിടുത്തെ വളരെ കേഡർ എന്ന നിലയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഒരു പരിപാടിയിൽ നിരന്തരം പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്നവർക്ക് നിരന്തരം ട്രെയിൻ ചെയ്യുകയും
ആ നിരന്തരം ട്രെയിൻ ചെയ്ത വിഭാഗത്തെ അതിനൊരു കോർ ടീമാക്കി മാറ്റുകയും ആ ടീമിലൂടെ ആ ഒരു ആശയത്തിൻ്റെ വികാസത്തിന് കൂടുതൽ വഴികൾ തുറക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സുഹബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം. ഈ സുഹബത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ അനുയായി വൃന്ദങ്ങൾക്കിടയിൽ വളരെ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിൽ പരസ്പര ബന്ധം ബലപ്പെടുത്തുവാൻ അദ്ദേഹം ഉപയോഗിച്ചു എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഈ സുഹബത്തിനെ കൂടുതൽ ജനകീയമാക്കുവാനും അത് ഏതെങ്കിലും കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ എന്നതിലുപരി ആർക്കും വന്നു ചേരാൻ പറ്റുന്ന ഏത് മേഖലയിലുള്ള ആർക്കും വന്നു ചേരാൻ പറ്റുന്ന തരത്തിലേക്ക് സുഹബത്തിൻ്റെ ഒരു ജനകീയത അദ്ദേഹം ആറ്റിമാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞതായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ അനുയായികളിലൂടെ നിരവധി പ്രസിദ്ധീകരണങ്ങൾ പിന്നീട് തുർക്കിയിൽ ഒരു ഇസ്ലാമിക മുസ്ലിം പക്ഷവർത്തമാനം പറയുന്ന സബാഹ് പോലുള്ള ഡെയിലി സബാഹ് പോലുള്ള പത്രപ്രസിദ്ധീകരണങ്ങളുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം യുവാക്കളോട് മാധ്യമരംഗത്ത് മീഡിയ മേഖലയിൽ ധാരാളം സംഭാവനകൾ അറിഞ്ഞുകൊണ്ട് തന്നെ സമർപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആജ്ഞാപനങ്ങളും ആഹ്വാനങ്ങളും നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിലും ക്ലാസ്സുകളിലും വായിച്ചെടുക്കാൻ കഴിയും. 1960-ൽ തുർക്കിയുടെ തന്നെ ഒരു വികാസം ഉണ്ടാവുന്നത്, ഒരു ഇസ്ലാമിക ചിന്താ വികാസമൊക്കെ ഉണ്ടാവുന്നത് പുറത്തു നിന്നുള്ള പണ്ഡിതന്മാരുടെ രചനകളിലൂടെയാണ്. അതിൽ സയ്യിദ് ഖുത്ബ് ആവട്ടെ, മൗലാന മൗദൂദി ആവട്ടെ, സായിദ് ഹവ, ഈവൻ അലി ശരിയത്തിയുടെ ഒരു സോഷ്യൽ റവല്യൂഷനെ കുറിച്ചുള്ള ചിന്തകൾ പോലും തുർക്കിയുടെ ഒരു ഇസ്ലാമിക മുസ്ലിം ചിന്തകൾക്കിടയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു. എന്നാൽ അതിനേക്കാളും അപ്പുറം ഒരു ആത്മീയ അല്ലെങ്കിൽ ഒരു ത്വരീക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുവാനും അതിൽ കൂടുതൽ സംഭാവനകൾ അർപ്പിക്കുവാനും പ്രേരിപ്പിച്ചത് ഇസ്കന്ദർ പാഷ ജമാഅത്ത് എന്ന് പറയുന്ന ഷെയ്ഖ് സായിദ് കോത്കുവിൻ്റെ ത്വരീക്കത്തിലൂടെയാണെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിൽ ഷെരീഫ് മർദിനെ പോലുള്ള തുർക്കിയിലെ സോഷ്യോളജിസ്റ്റുകൾ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. തുർക്കിയുടെ തന്നെ അവിടുത്തെ മുസ്ലിം മൊബിലിറ്റിനെ കുറിച്ചും അവിടുത്തെ മുസ്ലിം മൊബിലൈസേഷനെ കുറിച്ചുമുള്ള ചർച്ചകളിൽ പ്രധാനി ആണ് ഷെരീഫ് മർദിൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം ഷെയ്ഖ് സായിദ് കോത്കുവിൻ്റെ ഈ തരത്തിലുള്ള സംഭാവനകൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വിവിധ പണ്ഡിതന്മാരായിരുന്ന മഹ്മൂദ് സാമി റമസാൻ ഓഗുലു, അതുപോലെ തന്നെ മഹ്മൂദ് ഉസ്മാൻ ഓഗുലു തുടങ്ങിയ പ്രധാനപ്പെട്ട നക്ഷബന്ദി ഖാലിദി ത്വരീക്കത്തിലെ പണ്ഡിതന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നജ്മുദ്ദീൻ അർബക്കാനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് കൽപ്പിച്ച സംഘടനയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. അതിന് നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മില്ലി ഗോരിഷ് മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ഒരാളായ ലുത്ഫി ദോഗാൻ പ്രധാനമായും എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെയും എർബക്കാനെയും അടക്കമുള്ള നേതാക്കന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുന്ന ചില വർത്തമാനങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, രാഷ്ട്ര വികസനത്തിനും സുരക്ഷയ്ക്കും സ്വയം സമർപ്പിതരാണ് നമ്മൾ, അതായത് നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബുദ്ധിമുട്ടിയിരിക്കുന്ന പ്രയാസപ്പെട്ടിരിക്കുന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യവും സത്വവും ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ് ചരിത്രപരമായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈതൃകവും ഇസ്ലാമാണ്. മുസ്ലിങ്ങളുടെ ആവശ്യം, ഈ ഒരു ആവശ്യം ശിരസ വഹിച്ചുകൊണ്ട് ഇസ്ലാമികമായ ആ സ്വത്വത്തിൻ്റെ വീണ്ടെടുക്കലും ഇസ്ലാമിൻ്റെ നീതി സ്ഥാപിക്കലും നമ്മുടെ മേൽ നിർബന്ധമാണ്. അതിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻ്റ് എന്ന് പറയുന്ന ആ സംഘടനാ ചെയിൻ്റെ പരമ്പരയുടെ ഒരു സ്ഥാപനത്തിന് വഴിയൊരുക്കിയതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കമാലിസ്റ്റ് വിദ്യാഭ്യാസ ശ്രമങ്ങളിലൂടെ ഉണ്ടാക്കിയിരുന്ന പലവിധ പോളിസികളെയെല്ലാം നജ്മുദ്ദീൻ അർബക്കാൻ്റെ സഹായത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ സഹായത്തോടു കൂടിയും മാറ്റി എഴുതുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രചിന്ത തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുടുംബം, കമ്മ്യൂണിറ്റി, അതുപോലെ ഇസ്ലാമിക സംഘടനാ സംവിധാനങ്ങൾ എന്നിവയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കൂടുതൽ സംസാരിച്ചിരുന്നത്. അതുതന്നെയാണ് നജ്മുദ്ദീൻ അർബക്കാൻ അദ്ദേഹത്തിൻ്റെ വെൽഫെയർ പാർട്ടി ആവട്ടെ, സലാമത്ത് പാർട്ടി ആവട്ടെ അതിലെല്ലാം ഉപയോഗിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ മുസ്ലിം കുടുംബങ്ങളിലൂടെയും കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ടും അവിടെയുള്ള മുസ്ലിം മതസ്ഥാപനങ്ങളുടെയൊക്കെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നജ്മുദ്ദീൻ അർബക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി വികാസം ഉണ്ടാകുന്നത്. അത്
ഷേഖ് സായിദ് കോത്കുവിൻ്റെ ആശയത്തെ സ്വീകരിച്ചതിൻ്റെ ഫലമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്ര ചിന്ത എന്ന് പറയുന്നത്, ഷേഖ് സായിദ് കോത്കുവിൻ്റെ രാഷ്ട്രചിന്ത എന്ന് പറയുന്നത് ഒരു വിമോചനമാണ്. അതായത് സലാമത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിബറേഷൻ എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. അതുപോലെ തന്നെ സാദത്ത് സമൃദ്ധിയാണ്. അതുപോലെ റഫ ക്ഷേമമാണ്. ഈ നജമുദ്ദീൻ അർബക്കൻ അദ്ദേഹത്തിൻ്റെ പാർട്ടികൾക്കൊക്കെ സ്വീകരിച്ചത് ഇതേ പേരാണ്. അതായത് അദ്ദേഹം സലാമത്ത് പാർട്ടി, അതുപോലെ തന്നെ സാദത്ത് പാർട്ടി, റഫ പാർട്ടി, ഈ പേരുകൾ കടമെടുത്തത് പോലും അത് ഷേഖ് സായിദ് കോത്കുവിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ സ്ഥാപിക്കുവാനും നടപ്പിലാക്കുവാനും കൂടി വേണ്ടിയിട്ടാണ്. അതുപോലെ അദ്ദേഹം തന്നെ രാഷ്ട്രത്തെക്കുറിച്ചും ആധുനിക സ്റ്റേറ്റ് കൺസെപ്റ്റൊക്കെ രൂപപ്പെട്ടതിന് ശേഷം സ്റ്റേറ്റ് എന്നത് വലിയൊരു പ്രശ്നമായി ചർച്ച ചെയ്യപ്പെടുന്ന തുർക്കി ഭൗതിക വ്യവഹാരങ്ങൾക്കിടയിൽ ഷേഖ് സായിദ് കോത്കു അദ്ദേഹം പറയുന്നുണ്ട്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിനൊരു അധികാരഘടനയെ ശത്രുവായി കാണേണ്ടത് ആവശ്യമൊന്നുമില്ല. അതായത് രാഷ്ട്രഘടനയും അതിലെ എല്ലാ സംവിധാനങ്ങളും സാമൂഹ്യ സുരക്ഷയ്ക്കും കെട്ടുറപ്പിനൊക്കെ സഹായിക്കുന്നതിനാൽ ഭരണകൂടം, ഭരണഘടന എന്ന് തുടങ്ങിയ ആധുനിക രാഷ്ട്രഘടനയെല്ലാം അദ്ദേഹം അനുകൂലിക്കുന്നുണ്ട്. അതിനെയൊക്കെ വളരെ പോസിറ്റീവായ ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയും ശരിയായ ഭരണ രീതിയിലൂടെയും രാഷ്ട്രവികസനം സാധ്യമാണ്. അതിന് ആധുനികമായ ഈ മോഡലുകളും ടൂളുകളും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ നക്ഷബന്ദി ത്വരീക്കത്തിൻ്റെ ഒരു തന്നെ പ്രധാനപ്പെട്ട പ്രത്യേകത, മുൻകാലങ്ങളിൽ എല്ലാ ത്വരീക്കത്തും അതത് കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ആ ഭരണ സംവിധാനത്തെ ഒരു വെൽഫെയർ സിസ്റ്റമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുക, ഭരണകർത്താക്കളോട് നിരന്തരം സംവാദങ്ങൾ നടത്തുക, അവർക്ക് കത്തുകൾ, മക്തൂബാത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കാരണം ഇന്ത്യയിൽ തന്നെ സെയ്ദ് അഹമ്മദ് സർഹിന്ദി അദ്ദേഹത്തിൻ്റെ തന്നെ മക്തൂബാത്തുകളും മൽഫൂസാത്തുകളും പ്രധാനപ്പെട്ട രചനകളാണ്. അത് ഭരണാധികാരികൾക്കും അഡ്മിനിസ്ട്രേറ്റേഴ്സും ബ്യൂറോക്രാറ്റ്സിനുമുള്ള അദ്ദേഹത്തിൻ്റെ കത്തുകളാണ്. ആ കത്തുകളിലൂടെ ഭരണ സംവിധാനത്തിനെ നന്നാക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നിരന്തര സംവാദം നടത്തിക്കൊണ്ട് അവരെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ നക്ഷബന്ദി ത്വരീക്കത്ത് സ്വീകരിച്ച പ്രധാനപ്പെട്ട ഒരു മീഡിയം. അത് തന്നെയാണ് ഇദ്ദേഹവും തുടരുന്നത്. അത് നമുക്ക് ഖാലിദ് ബാഗ്ദാദി അടക്കമുള്ള ബദിയുസ്സമാൻ സായിദ് നൂർസി, ഹംദി യസർ അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും നക്ഷബന്ദി ത്വരീക്കത്തിലെ തന്നെ ഫോളോവേഴ്സാണ്, ഷേഖന്മാരാണ്. അവർ ഇതേ ഭരണ സംവിധാനത്തിനോട് ആ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക, അത് ഇസ്ലാമികമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ചിന്തകൾ അവരുടെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഒരു വെൽഫെയർ സംവിധാനത്തിലേക്ക് ഭരണത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോടുകൂടി അത് മുഴുവൻ സമൂഹത്തിനും ഒരുപോലെ ഉപകാരപ്രദമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ അനുയായികളായ നേതാക്കന്മാരോട് അദ്ദേഹം കൊടുത്ത നിരന്തരമായ ഒരു ഉപദേശം എന്ന് പറയുന്നത്, ഒന്നിലും ഒരു ധൃതി കാണിക്കാൻ പാടില്ല, വളരെ സ്ട്രാറ്റജിയായി പ്രാഗ്മാറ്റിസ്റ്റ് നിലപാടോടുകൂടി തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് രാഷ്ട്രീയമായ നേതൃസ്ഥാനം എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ അദ്ദേഹം തസവുഫിൻ്റെ തന്നെ ഒരു ഭാഗമെന്ന നിലയിൽ ആ മുൻകാലങ്ങളിൽ തസവുഫ് എന്ന് പറയുന്നത് അപ്പൊളിറ്റിക്കലായ അരാഷ്ട്രീയമായ ഒരു സംവിധാനം എന്ന് കരുതപ്പെട്ടിരുന്ന കമാലിസ്റ്റ് ചിന്താധാരയ്ക്ക് മുമ്പിൽ അതിൻ്റെ ബാക്കിപത്രങ്ങളും അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർക്ക് മുമ്പിൽ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിലൂടെ രാഷ്ട്രീയമായ ഒരു ഭാവന മുന്നിൽ വെച്ച ഒരാളും കൂടിയാണ് ഷേഖ് സായിദ് കോത്കു. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ സാമൂഹ്യ സേവനവും പൊതു ഇടങ്ങളിലെ ഇസ്ലാമിക വ്യവഹാരങ്ങളെല്ലാം അതിനൊരു ആത്മീയത ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നക്ഷബന്ദി ത്വരീക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഖൽവത്ത് ദർ അഞ്ജുമൻ. നമുക്ക് പറയാം ആൾക്കൂട്ടത്തിൽ തനിയെ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഖൽവത്ത് എന്നത് സൂഫി ടൈമിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ്. അത് അള്ളാഹുവുമായി ഒന്ന് തനിച്ചിരിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ജുമൻ എന്ന് പറയുന്നത് ഒരു ഗ്യാതറിങ് എന്നാണ്. അപ്പോൾ ഗ്യാതറിങ്ങിൽ ഒരു കൂട്ടത്തിലും ഒരു സമൂഹത്തിൻ്റെ മധ്യയാണെങ്കിൽ പോലും മനസ്സ് അള്ളാഹുവിൻ്റെ ഒപ്പമാവുക,
ഒരേ സമയം തന്നെ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി ജീവിക്കുകയും അവർക്ക് സംഭാവനകൾ അർപ്പിക്കുകയും സേവനങ്ങൾ അർപ്പിക്കുകയും അവരെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മനസ്സ് അള്ളാഹുവിൻ്റെ ഒപ്പമാവുക എന്നുള്ളതാണ് നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ പ്രധാനപ്പെട്ട അധ്യാപനങ്ങളിൽ ഒന്ന്. അതും ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തുർക്കി സോഷ്യലിസ്റ്റായ ഷെരീഫ് മർദീൻ തുർക്കിയിലെ ഈ ഒരു ഇസ്ലാമിക മാനത്തെ ഇസ്ലാമിക് എക്സെപ്ഷണലിസം എന്ന പേരിലാണ് അദ്ദേഹം വിളിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ആ ഭരണകൂടത്തിൻ്റെ തന്നെ പോളിസിയിൽ പോലും ശക്തമായ മാറ്റങ്ങൾ വരുത്തുവാനും ചെറിയ ഇസ്ലാമികമായ വികാസങ്ങൾ ഉണ്ടാക്കുവാനും മദ്രസകളോടും മുസ്ലിം സ്ഥാപനങ്ങളോടും പള്ളികളോടും സംഘടനകളോടുമുള്ള ഭരണ നേതൃത്വത്തിൻ്റെ സമീപനത്തിൽ അയവ് വരുത്തുവാനുമെല്ലാം അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും അല്ലെങ്കിൽ ക്ലാസുകൾ കൊണ്ടും മാറ്റമുണ്ടായി എന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇത് വളരെ പഴകിയ ആളല്ല, 42 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ ചിന്തകൾ പറയുന്നത് പോലെ തന്നെ ഷെയ്ഖ് സാഹിദ് കോത്കു സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തകൾ മുന്നിൽ വെച്ച ആളാണ്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയം പോലെ തന്നെ സാമ്പത്തികമായ രംഗത്തെ വളർച്ചയും ഇസ്ലാമികമായ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് പ്രധാന ഘടകമാവുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സംരംഭങ്ങൾ, ബ്യൂറോക്രസിയിലെ സജീവ സാന്നിധ്യം, സാമ്പത്തികമായ സുസ്ഥിരത, ഇതെല്ലാം ഒരു സമൂഹത്തിൽ ഒരു അനാശ്രയത്വം, ആരെയും ആശ്രയിക്കാൻ പറ്റാത്ത ഒരു സുഭദ്രമായ ഒരു സാമൂഹിക ജീവിതം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1856 നജ്മുദ്ദീൻ അർബക്കാൻ്റെയും മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി നിരവധി ഫാക്ടറികൾ ആരംഭിക്കുവാനും അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഫാക്ടറിയിലേക്ക് അങ്ങോട്ട് തള്ളിവിടുവാനും, അതായത് അതിൽ പ്രേരിപ്പിക്കുവാനും അതിൽ വർക്ക് ചെയ്യുവാനും അവിടുത്തെ വ്യാവസായിക വിപ്ലവത്തിന് പോലും നാന്ദി കുറിക്കുന്ന തരത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാണുവാൻ കഴിയും. നമ്മൾ ഷെയ്ഖ് സുലൈമാൻ തുനഹാനെ കുറിച്ച് പറഞ്ഞതുപോലെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചും ഫാമുകളും ഫാക്ടറികളും ഉണ്ടാക്കിയും അവിടെ ആൾക്കാർക്ക് ജോലി കൊടുത്തും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഇദ്ദേഹം ചെയ്തത് സാമ്പത്തികമായ മേഖലകളിലുള്ള വികാസം ഉണ്ടാവാൻ വേണ്ടി ഫാക്ടറികൾ രൂപീകരിക്കുവാൻ അദ്ദേഹത്തിന് അനുയായികളോട് കൽപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ നബിയുടെ തന്നെ സാമ്പത്തികമായ വ്യാവസായികമായ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നതായും കാണാം. അന്നത്തെ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ബിർ ലൊക്കുമ ബിർ ഹിർക്ക, അതായത് ഒരു റൊട്ടി ഒരു കുപ്പായം എന്നുള്ളതാണ്. അതായത് ഭക്ഷണത്തോടൊപ്പം തന്നെ വസ്ത്രം ധരിക്കുക എന്നുള്ളൊരു ആശയവും അത് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി വിശദീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ബിർ ലൊക്കുമ, അതിനോട് തന്നെ ബിർ മസ്ദ എന്ന് പറയുന്ന അന്ന് നമുക്കറിയാം 1980കളിൽ വളരെ ഫേമസ് ആയിരുന്ന ജാപ്പനീസ് കാറാണ്. അന്നത്തെ ഒരു വ്യാവസായിക ഒരു വളർച്ചയുടെ ഒരു അടയാളമായിരുന്നു മസ്ദ കാർ. ഇന്നും പല ഭാഗത്തും അതും ഉണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ വികാസത്തെ തുർക്കികളും ഏറ്റെടുക്കണം. അതോടുകൂടി ഒരു വ്യാവസായിക മേഖലകളിലും ടെക്നോളജിയിലും വലിയൊരു വികാസം ഉണ്ടാകുവാൻ കാരണമാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കുലറിസ്റ്റ് ചിന്താധാര ഏറ്റെടുത്ത കുറേ വ്യാവസായികളുടെ ഒരു സംഘമാണ് തുസിയാദ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യാവസായിക ഗ്രൂപ്പ്. അതിന് ബദലെന്ന നിലയിൽ ഒരു മുസ്ലിം വ്യാവസായ ഗ്രൂപ്പായ മുസിയാദ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിൻ്റെ വളർച്ചയിലും ഷെയ്ഖ് സായിദ് കോത്കുവിൻ്റെ ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം നിരവധി രചനകൾ എഴുതിയിട്ടുണ്ട്. രചനകളെല്ലാം അത് വ്യക്തിത്വ സംസ്കരണവുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയ വികാസവുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിക മൂല്യങ്ങളുടെ സംസ്ഥാപനവുമായി ബന്ധപ്പെട്ടും ആരാധനാ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള വളരെ ആഴത്തിലേറിയ പഠനങ്ങളും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടാവേണ്ട അഖ്ലാഖ് അദബിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം രചനകൾ എഴുതിയിട്ടുണ്ട്. അത് തസവുഫെ അഖ്ലാഖ്, മുഅ്മിനിയരെ യസ്ലാർ, ആലിം, തൗഹീദ്, ഹജ്ജ്, അതുപോലെ തന്നെ സക്കാത്ത് അടക്കമുള്ള വിവിധ രചനകൾ ഏകദേശം 30ഓളം കിതാബ് എഴുതിയതായും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രഭാഷണങ്ങൾ പിന്നീട് വേറെയും ബുക്കുകളായും വന്നതായും നമുക്ക് കാണാം. നിരവധി ബുക്കുകൾ അധികവും അത് തുർക്കി ഭാഷയിൽ തന്നെയാണ്. എന്നാൽ പോലും ഇംഗ്ലീഷിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി പഠനങ്ങളും നമുക്ക് കാണാം.
അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണ രീതികൾ, ആത്മീയ രീതികൾ, അദ്ദേഹം തുർക്കി സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം, ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിലവിലും ഇപ്പോഴും സമകാലിക തുർക്കിയിലും നിരവധി കോൺഫറൻസും സെമിനാറുകളും ഉണ്ടായി വരുന്നതായും കാണാം. ഇങ്ങനെ തുർക്കിയുടെ ആത്മീയ, സാംസ്കാരിക, രാഷ്ട്രീയ, മാധ്യമ, വ്യാവസായിക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ, ആ സ്വാധീനത്തിൻ്റെ പേരിൽ ഇന്നും തുർക്കിയുടെ ഭരണമേഖലയിൽ നിൽക്കുന്ന AK പാർട്ടി പോലും അവരുടെ ഒരു മുസ്ലിം മാനം പോലും അത് ഷെയ്ഖ് സായിദ് കോത്കുവിൻ്റെ ചിന്തയുടെ ആഫ്റ്റർ എഫക്റ്റാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അത്രത്തോളം ആധുനിക തുർക്കിയുടെ ചരിത്രത്തിൽ, ഉസ്മാനിയ ഖിലാഫത്ത് എന്നതിനേക്കാളും അപ്പുറം ആധുനിക തുർക്കിയുടെ ചരിത്രത്തിലും സമകാലിക രാഷ്ട്രീയ വർത്തമാനത്തിലും ഷെയ്ഖ് സായിദ് കോത്കുവിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ അപ്രത്യക്ഷമായ സാന്നിധ്യവും ഇന്നും നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ തന്നെ ഈ സംഭാവനകൾ ഫലമായി കൊണ്ടാണ് AK പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും രൂപപ്പെടുന്നതും ആ രാഷ്ട്രീയ പാർട്ടി തുർക്കിയുടെ തന്നെ ഒരു മുഖച്ഛായ മാറ്റുന്നതിലും ഒരു മുസ്ലിം ഒരു പ്രതിനിധാനം എന്ന നിലയിലും ഏറെക്കുറെ മുസ്ലിം ലോകത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ തമ്മിൽ ഭേദം തൊമ്മനായി എന്ന് പോലും പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു വ്യവസ്ഥാപിതമായ ഒരു വികസനം, പൊതുജനങ്ങൾക്കുള്ള വെൽഫെയറുമായി ബന്ധപ്പെട്ടും ജസ്റ്റിസുമായി ബന്ധപ്പെട്ടും ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള ആ ഒരു ത്വര അല്ലെങ്കിൽ അതിന് ചാലകശക്തിയായി മാറിയത് ഷെയ്ഖ് സായിദ് കോത്കുവിൻ്റെ ചിന്തകളിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.